ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഇന്ന് നല്ല അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കടലയും മുട്ടയും ഒക്കെ വെച്ചുണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു തോരനാണ്. വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പോളം കടല എടുത്ത് ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കപ്പുണ്ട്, അതൊന്ന് വീർത്ത് വരുമല്ലോ. ഇപ്പോൾ അരക്കപ്പാണ് ഞാൻ ഒന്ന് കുതിർക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ കേൾക്കുന്നവരും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കുക്കറൊന്ന് അടച്ച് വെയിറ്റ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പോൾ ദാണ്ടെ ഒരു 4 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിട്ട് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ദാണ്ടെ നമുക്ക് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാണ്ടെ നമ്മുടെ കടലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ചെറിയ ജീരകവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത്രയും അങ്ങ് പൊടിയാക്കണമെന്നൊന്നും ആവശ്യമില്ല. കുറച്ചും കൂടെ വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിനൊക്കെ വന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നാൽ മതി. ഈ പൊടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. പെട്ടെന്ന് കളറൊക്കെ മാറി ഒന്ന് വഴണ്ട് കിട്ടും. ഇപ്പം ദാണ്ടെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളറ് മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഈ ഒരു പരുവം വരെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ആ മുട്ടയെല്ലാം നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോഴ് ഈ മുട്ട ഒഴിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അന്നേരം തന്നെ ചിക്കിയെടുത്താൽ മതി കേട്ടോ. കാര്യം ഇത് നമുക്ക് നല്ല പൊടിയായിട്ടാണ് ഈ ഒരു മുട്ട ചിക്കിയത് കിട്ടേണ്ടത്. സാധാരണ നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് കടിക്കാൻ കിട്ടണമെങ്കിൽ കുറച്ച് താമസിച്ചിട്ടാണ് ഇതൊന്ന്, അതായത് ഒന്ന് മുട്ട ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടാണ് ചിക്കിയെടുക്കുന്നത്. പക്ഷെ നമുക്കിത് ഇങ്ങനെ പൊടിയായിട്ട് കിട്ടണം. അതുകൊണ്ട് ഉടനെ തന്നെ ചിക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ മുട്ട ചിക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു ടേബിൾ സ്പൂണിൽ എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഇങ്ങനെ തോന്നുന്നത്. 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കടല ചേർത്ത് കൊടുക്കും. അപ്പോഴ് കടലയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഈ മുട്ടയിലേക്കുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ, അത് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കടല മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഈ കടല വെച്ച് എപ്പോഴും കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു ഐറ്റം ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. ചോറിൻ്റെ കൂടെ അല്ല അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട്
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് തേങ്ങ ചിരകി എടുത്തതാണ് കേട്ടോ. അപ്പഴ് തേങ്ങ ചേർക്കാതെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കും. ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കണം. തേങ്ങ ചേർത്ത് ഒരുപാട് സമയമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ഒരു കടല മുട്ടത്തോരൻ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇനി എൻ്റെ കൂടെ കഴിക്കാൻ ചോറ് വേണമെന്നും അപ്പം വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ വാരി തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പഴ് അതാണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട കടലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ച് സമയം ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പഴ് നല്ല അടിപൊളി ഒരു തോരനാണ്. അപ്പം നിങ്ങൾ ഇതുവരെയും കടലയും മുട്ടയും വെച്ച് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.